കേന്ദ്രത്തിനെതിരായ കേരളത്തിൻ്റെ പ്രതിഷേധത്തിന് ഇനിയിപ്പോൾ അവശേഷിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ്. മുകേഷ് MLA റിപ്പോർട്ടിനൊപ്പം ശരിയാണ്. ദില്ലിയിൽ ഒരു വലിയ പ്രതിഷേധം, അസാധാരണമായ നടപടി, എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, വലിയ ഒരു മാനം കൈവന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് കർണാടക പ്രതിഷേധിച്ചു. നാളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാക്കന്മാർ ഇതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് വലിയൊരു മൊമെൻ്റായി മാറിക്കഴിഞ്ഞു. അപ്പോൾ വലിയ പ്രതീക്ഷയാണ്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇപ്പം ഡൽഹി, പഞ്ചാബ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, അങ്ങനെ അവിടുത്തെയൊക്കെ വലിയ നേതാക്കന്മാരും പിന്നെ പാർലമെൻറ്റിൽ നിന്നും പല കക്ഷി നേതാക്കന്മാരും ഒക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു ചരിത്രപ്രധാനമായ ഒരു മൊമെൻ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പിന്തുണയുണ്ട്. സ്വാഭാവികമായും രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന സമരമായി ഇത് മാറാൻ പോകുന്നു എന്നാണോ വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ആരെങ്കിലും പ്രതികരിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു എന്താ പറയുക യാഥാർത്ഥ്യം ലെവലിൽ എത്തപ്പെടുകയുള്ളൂ. അപ്പോൾ ശരിക്കും ഇത് തോന്നേണ്ടവർക്ക് ഇത് ശരിയാണ്, പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമവായത്തിലേക്കും അവരുടെ ഒരു തീരുമാനത്തിലേക്കുമൊക്കെ എത്താൻ ഇങ്ങനെയുള്ള പ്രതിഷേധം ഡെഫിനറ്റായിട്ടും വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മുകേഷ് MLA വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരു ആദ്യമായിട്ടായിരിക്കും ദില്ലിയിൽ ഒരു സമരത്തിന് വരുന്നത്. എന്താണ് തോന്നുന്നത്? അല്ല, അതുമൊക്കെ ഒരു ജീവിതത്തിലൊരു വലിയ അനുഭവമല്ലേ. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ കേരളത്തിന് വേണ്ടി ഒരു സമരത്തിൽ അവിടുന്ന് ഇത്രയും ദൂരം വന്ന് ഇങ്ങനെ ജന്തർ മന്ദറിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ അവിടെയൊക്കെ വലിയ ഒരു വികാരം വരുന്ന ഒരു കാര്യമാണ്. അതെല്ലാം നമ്മുടെ കേരളത്തിന് വേണ്ടിയാണല്ലോ എന്നുള്ള ഒരു വലിയ ചരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് സമരത്തിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് പ്രധാനമായും? അല്ല, പ്രധാനമായിട്ടും നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമുണ്ട്. അവരെന്തെല്ലാം കണക്കുകൾ പറഞ്ഞാലും പിന്നീട് ആ കണക്കുകൾ നമ്മളത് തിരുത്തുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലൊരു കണക്കുമായിട്ട് വരുന്നില്ല. അപ്പം ഇത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ആദ്യം പലർക്കും ബോധ്യപ്പെടാതെ ഇരുന്നു. ഇത് ഇങ്ങനെ ഇവർ പറയുന്നതാണ് ശരി, അതൊക്കെ ചെയ്തിട്ടില്ല. പക്ഷേ അത് കണക്ക് എണ്ണം പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അത് ബോധ്യപ്പെടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് എന്തായാലും ഇങ്ങനെയുള്ള ഈ BJP ഇതര ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഗുണം വരുന്ന ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു സത്വം. എന്താണെങ്കിലും വലിയ പ്രതീക്ഷയാണ് മുകേഷ് MLA നമ്മൾ പങ്കുവച്ചത്. പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ നയങ്ങൾക്കെതിരായ പ്രതിഷേധം, ദില്ലിയിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം വരുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് മുഴുവനായി ശ്രദ്ധ ലഭിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വീഡിയോ ലൈൻസ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.